JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI സഖ്യത്തിന് വിജയം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 4 സ്ഥാനങ്ങൾ ഇടതു സഖ്യത്തിന്. മലയാളിയായ P. അമലാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു സീറ്റ് പോലും നേടാതെ ABVP നിലംപരിശായി. മനുശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധിയിൽ നിന്ന്. മനു, സമ്പൂർണ്ണ വിവരങ്ങൾ. അരുണെന്തായാലും JNUവിൽ സമ്പൂർണ്ണമായ വിജയമാണ് SFI ഐസ സഖ്യം നേടിയിരിക്കുന്നത്. നാളുകൾക്ക് ശേഷമാണ് SFI ഐസ സഖ്യം ചരിത്രത്തിൽ സഖ്യമായി തന്നെ മത്സരിച്ചത്. ഇതിൽ പൂർണ്ണ വിജയം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ കൃത്യമായ മേൽക്കൈ നേടിയുള്ള വിജയമാണ് SFI ഐസ സഖ്യം നേടിയത്. പ്രസിഡന്റിൽ ഐസ സഖ്യത്തിന്റെ മോഹിത് കുമാർ പാണ്ഡെ നിലവിൽ 656 വോട്ടുകളുടെ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് 12 വർഷം ഒരു മലയാളി JNUവിൽ എത്തുകയാണ്. എറണാകുളം സ്വദേശി കൂടിയ P. അമൽ നിലവിൽ 2461 വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയം കുറിച്ചു. അതോടൊപ്പം ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലും 2000-ൽ പരം വോട്ടുകൾ നേടി SFI ഐസ സഖ്യത്തിന്റെ പ്രതിനിധികൾ വിജയം കുറിച്ചു. നിലവിൽ ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്തെത്തിയിരുന്ന ABVP ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ദളിത് വിദ്യാർത്ഥി സംഘടനയായ ബാപ്സ 2ാം സ്ഥാനത്തേക്ക് എത്തി എന്നതും എടുത്തു കാണേണ്ട സംഗതിയാണ്. ഇതോടൊപ്പം നിലവിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും മറ്റുമാണ് വിദ്യാർത്ഥികൾ JNUവിൽ നടത്തുന്നത്. ABVPയുടെ സമമഞ്ചലും മറ്റും ക്രിയാത്മകമായി ഒരുക്കി ഇത് എണ്ണിക്കൊണ്ടായിരുന്നു ഈ ABVPയുടെ പരാജയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനവും മറ്റും നടത്തിയത്. ഇതുകൂടാതെ കൗൺസിലർ സീറ്റുകളിൽ സമ്പൂർണ്ണമായ ആധിപത്യവും SFI ഐസ സഖ്യം നേടി. 16 കൗൺസിലർ സീറ്റുകളിൽ 14 എണ്ണത്തിലും SFI ഐസ സഖ്യം വിജയം കുറിച്ചു. ഇതിൽ ഒരിടത്ത് DSFും മറ്റൊരിടത്ത് സംസ്കൃത് കൗൺസിലർ സീറ്റിൽ മാത്രമാണ് ABVPക്ക് വിജയം നേടാനായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8-ൽ പരം സീറ്റ് കൗൺസിലർ സീറ്റുകളിൽ വിജയം നേടി ABVP ഇത്തവണ ഒരു സീറ്റിലേക്ക് ഒതുങ്ങി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നിലവിൽ SFI ഐസ സഖ്യത്തിനെതിരെ രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയായിരുന്നു ABVP പ്രചാരണം നടത്തിയത്. എന്നാൽ കനത്ത തിരിച്ചടി ഇതിൽ ABVPക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കന്നൈ അടക്കമുള്ള വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ഇതിൽ ഒരു കൃത്യമായതും അതോടൊപ്പം വമ്പിച്ചൊരു വിജയം SFI ഐസ സഖ്യത്തിന്, ഇടത് സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് JNUവിൽ നിന്നും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അരുൺ. മനുശങ്കർ, ദില്ലിയിൽ നിന്ന്. K. ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ച് VM സുധീരൻ. തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ പറയുമെന്നും സുധീരൻ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFിൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFിൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച MM ഹസൻ. വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നവരെന്നും MM ഹസൻ പറഞ്ഞു. K. ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസ് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായ നികുതി വകുപ്പിനും രജിസ്ട്രേഷൻ IG-ക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. കേരള കോൺഗ്രസിനെ ഒറ്റയ്ക്കാക്കി തകർക്കാമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ലെന്ന് KM മാണി. കള്ളക്കേസുകളിൽ കുടുക്കി ഒതുക്കാനാവില്ല. സമൂഹ വിവാഹത്തിൽ അഴിമതിയുണ്ടെന്ന് പറയുന്നത് മുലപ്പാലിൽ ഉപ്പ് ചേർക്കുന്നത് പോലെയാണെന്നും KM മാണി പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്കറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ തലശ്ശേരിയിൽ തെരുവുനായയുടെ ആക്രമണം. നാടോടി സ്ത്രീയെയാണ് തെരുവുനായക്കൂട്ടം ആക്രമിച്ചത്. ഇവർ താമസിച്ചിരുന്ന ടെന്റിനകത്ത് കയറിയാണ് നായകൾ ആക്രമിച്ചത്.